السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചു അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അത് അനുധാവനം ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളായി തീരണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ റസൂലുള്ളാഹിൻ്റെ ചര്യ, ആ ചര്യയിൽ അവഗണിക്കാൻ കഴിയാത്ത ഒരു ഭാഗമാണ് പ്രവാചകൻ്റെ സ്വഭാവ ഗുണങ്ങൾ. പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ അപ്പുറം തൻ്റെ സ്വഭാവ ഗുണങ്ങളിലൂടെ ആളുകളെ തന്നിലേക്ക് ആകർഷിച്ച വ്യക്തിത്വമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതൊരു ഹദീസിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ്റെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ അതിലിത്തരം ഉത്കൃഷ്ടമായ, ഉദാത്തമായ, ഉത്തുംഗമായ സ്വഭാവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രാമധ്യേ തൻ്റെ കൂടെ അറബികൾ കൊണ്ട് നടക്കാറുള്ള തൻ്റെ വാള് ഒരു മരത്തിൽ തൂക്കിയിട്ട് വിഷമിക്കുന്ന സന്ദർഭത്തിൽ തക്കം നോക്കി വന്ന ശത്രു അത് കൈക്കലാക്കി പ്രവാചകനെ ഉണർത്തിയാണ്. പ്രവാചകൻ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. യാ മുഹമ്മദ് മൻ യംനഉക മിന്നി, മുഹമ്മദേ നിന്നെ ഇപ്പോൾ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പം പ്രവാചകൻ ഒട്ടും ഭയമില്ലാതെ പറഞ്ഞു, അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ അള്ളാഹു അവൻ്റെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കുകയും വാൾ അവൻ്റെ കയ്യിൽ നിന്ന് വീണു പോവുകയും ചെയ്യുന്ന അവസരമുണ്ടായി. പ്രവാചകൻ ആ വാളെടുത്തുകൊണ്ട് അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു, മൻ യംനഉക മിന്നി,
ഇപ്പോൾ നിന്നെ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഉത്തമനായ മനുഷ്യനാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നീ ഷഹാദത്ത് കലിമ ചെയ്യാൻ തയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, പക്ഷേ താങ്കളോട് യുദ്ധം ചെയ്യുകയോ താങ്കളോട് യുദ്ധം ചെയ്യുന്ന ആളെ കൂടെ ഞാൻ സഹായിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. തന്നെ കൊല്ലാൻ വന്ന ഒരു അക്രമിയെ പ്രവാചകൻ വെറുതെ വിടുകയാണ്. അദ്ദേഹം തൻ്റെ സമൂഹത്തിലേക്ക് ചെന്നുപോയിട്ട് പറഞ്ഞൊരു വാക്ക് ഹദീസിൽ കാണാം, കത് ജിഅ്തുക്കും ഇൻദ ഖൈരിന്നാസ്, ഏറ്റവും ഉത്തമനായ ഒരാളുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നാണ്. മക്ക ഫത്ത് വിജയ ദിവസത്തിലെ സംഭവം നമുക്കറിയാം. ഇന്ന് മക്കയിലെ തെരുവിലൂടെ രക്തം ഒഴുകുന്ന ദിവസമാണ് എന്ന് ആളുകൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു, മെല്ലെ പറയുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സർവ ശത്രുക്കളെയും ബന്ധനസ്ഥനാക്കിക്കൊണ്ടുപോയ ശത്രുക്കളെയും വെറുതെ വിടുവാൻ കൽപ്പിച്ച ഉത്തരവുണ്ടായത്. ഇദ്ഹബു ഫഅൻതുമുത്തുലഖ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പെരുമാറ്റവും സ്വഭാവമാണ് പ്രവാചകൻ അന്ന് അവിടെ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ജൂതൻ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തിൽ നിന്നും ഗോതമ്പ് കടം വാങ്ങിയിരുന്നു, അതിന് അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അവധി ആകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് ഇവൻ വന്ന് പറയുന്നത്, യാ മുഹമ്മദ് അലാ തഖ്ലീനി ഹഖി, എൻ്റെ അവകാശം നീ വീട്ടുന്നില്ലേ? ബനൂ മുത്തലിബ് ഗോത്രക്കാർ മുഴുവനും ഇങ്ങനെ കടം വാങ്ങിയാൽ കൊടുക്കാത്ത ആളുകളാണ്, അവരുമായുള്ള പരിചയത്തിലൂടെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു ഉമറുൽ ഖത്താബ് വാളെടുത്ത് ഇവിടെ തലവെട്ടാൻ പോയപ്പോൾ റസൂൽ ഉമറിനോട് പറഞ്ഞത്, ഉമറെ ഇദ്ഹബ് യാ ഉമർ, ഇവനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവൻ എത്ര കൊടുക്കാനുള്ളത് കൊടുക്കണം, അതിൽ 20 അധികം കൊടുക്കണമെന്ന് പറഞ്ഞ് കൽപ്പിച്ച പ്രവാചകൻ. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണ്. ഈ സത്യസന്ധത, സഹനശീലം, വിവേകം, കരുണ, വിനയം, കരാർ പാലനം തുടങ്ങിയ ഒട്ടനേകം വിശിഷ്ടങ്ങളായ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു പ്രവാചകൻ. ആ സ്വഭാവങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. ഇതെല്ലാം പ്രവാചകന് പ്രകൃതി അഥവാ ജന്മനാ തന്നെ അള്ളാഹു നൽകിയ ഒരു സ്വഭാവ വൈശിഷ്ടമാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. 68-ാം അധ്യായം സൂറത്ത് ഖലമിലെ 4-ാം വചനത്തിൽ, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, താങ്കൾ ഏറ്റവും ഉത്തുംഗമായ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ്. ഈ ഉത്തമ ഗുണങ്ങൾ ഓരോ വിശ്വാസിയിലും ഉണ്ടാവണമെന്നാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ കാഴ്ചവെച്ച ഗുണങ്ങൾ അതിൻ്റെ അത്ര കഴിയുന്നില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഇസ്ലാം സ്വഭാവ ഗുണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതിന് കാരണമുണ്ട്. മനുഷ്യൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ എത്ര വലിയ ആരാധന നടത്തുന്നവനാണെങ്കിലും അവൻ്റെ ഇബാദത്തുകളും ആരാധനകളും ഒന്നും ജനം കാണുന്നില്ല. ജനങ്ങൾ അവനെ കാണുന്നതും അവനെ വിലയിരുത്തുന്നതും അവൻ്റെ സ്വഭാവം നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പെരുമാറ്റവും സ്വഭാവവുമാണ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ അവനെ വിലയിരുത്താനുള്ള മാനദണ്ഡം. എത്ര ഉന്നത ഉദ്യോഗസ്ഥനാലും ശരി, എത്ര വലിയ പണക്കാരനാലും ശരി, നല്ല സ്വഭാവമില്ലെങ്കിൽ ആളുകൾ അവന് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല എന്നാണ്. മനുഷ്യൻ ഭൗതിക ലോകത്ത് സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ പല വിഭാഗക്കാരുണ്ടാവും, പല തരക്കാരുണ്ടാവും. അവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിക്കുമ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമായി കൃത്യമായി അത് കാണുവാൻ നമുക്ക് സാധിക്കുമെന്നാണ്. വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം, നല്ല കാര്യങ്ങൾ പറയണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്. നല്ലതേ പറയാവൂ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, സത്യവിശ്വാസികൾ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ നേരായ ചൊവ്വായ വാക്കേ പറയാവൂ എന്ന് പറയുന്നു. ഇത്തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് സൂറത്ത് തോബയിലെ 119-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസ് പരിശോധിക്കുമ്പോൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതിൻ്റെ കൃത്യമായ നിർദ്ദേശം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നീ ഇടപെടുമ്പോൾ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ഏറ്റവും നല്ല സ്വഭാവത്തോട് നീ പെരുമാറണം അവരോട് എന്നാണ്. മനുഷ്യരോട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം കാണുന്നത്.
നമ്മൾ ദാനധർമ്മം ചെയ്യുന്ന മാതിരി മറ്റുപോലുള്ള ഇബാദത്തുകൾ മാതിരിയുള്ള ഒരു പുണ്യകർമ്മമാണ് സൽസ്വഭാവത്തോടെ പെരുമാറുക എന്നുള്ളത്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്നാൽ പുണ്യമാണ്, അല്ലെങ്കിൽ പുണ്യമെന്നാൽ സൽസ്വഭാവമാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ അവൻ ഇത്തരം സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ വഅൽതഫുഹും ബിഅഖ്ലി. വിശ്വാസികളിൽ വിശ്വാസം സമ്പൂർണ്ണമായവൻ അവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, അവൻ്റെ ഭാര്യയോടും മക്കളോടും മൃദുലമായി പെരുമാറുന്നവനാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിലെ ഓരോ ആരാധനയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യം മനുഷ്യന് ഇത്തരം നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നമസ്കാരം 5 വക്ത് നമസ്കരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ സൂറത്ത് അങ്കബൂത്ത് പറയുന്നുണ്ട്. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു നമസ്കാരം എന്നാണ്. അപ്പോൾ അത്തരം മോശമായ സ്വഭാവങ്ങളൊന്നും വിശ്വാസിനുണ്ടാവില്ല. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ജനങ്ങളിൽ നിന്ന് ദാനധർമ്മങ്ങൾ വാങ്ങണം, അതുമൂലം അവരെ സംസ്കരിക്കുക. ദാനധർമ്മങ്ങൾ തുതഹിറു എന്നാണ്. വതുസക്കീഹിം, അവരെ പരിശുദ്ധമാക്കുന്നു, അവരെ സംസ്കരിക്കുന്നു ഈ ദാനധർമ്മങ്ങൾ സക്കാത്ത് എന്നാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മല്ലം യത് ഖൗലസ്സൂരി വഅമലി ബിഹി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ചീത്തമായ പ്രവൃത്തിയും ചീത്തമായ വാക്കുകളൊന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ്. ഹജ്ജ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല സൽസ്വഭാവങ്ങളുടെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് ഹജ്ജ്. ലോകത്തുള്ള സർവ്വജനങ്ങളും സമ്മേളിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ബഖറ 197 അല്ലാഹ് പറയുന്നുണ്ട്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആരെങ്കിലും അന്ന് ഹജ്ജ് നിർബന്ധമാക്കി ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഹജ്ജിന് വരുന്നുവെങ്കിൽ ഫലാ റഫസ, അവൻ അനാവശ്യം പറയരുത്, അവൻ അനാവശ്യം പ്രവർത്തിക്കരുത്, വലാ ഫുസൂഖ, തമ്മാടിത്തം ചെയ്യരുത്, വലാ ജിദാല, തർക്കം പാടില്ല ഫിൽ ഹജ്ജ്. അപ്പോൾ ഇത്തരം കർമ്മങ്ങളൊന്നും പാടില്ല എന്ന് ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഹജ്ജിലൂടെ. അപ്പോൾ ഇസ്ലാമിലെ സുപ്രധാനമായ 4 ഇബാദത്തുകളുടെ അദമ്യമായ ലക്ഷ്യം ഇത്തരം സൽസ്വഭാവവും നല്ലൊരു മനുഷ്യനാക്കി മനുഷ്യനെ മാറ്റിയെടുക്കുക എന്നാണ്, അല്ലേ? ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരാളിൽ സൽസ്വഭാവമില്ല എങ്കിൽ അവൻ മോശമായ സ്വഭാവത്തിൻ്റെ ആളാണ്. പക്ഷേ ഇബാദത്തുണ്ട് എങ്കിൽ അവനെ അള്ളാഹു വില കൽപ്പിക്കുകയില്ല, പരലോകത്ത് അവന് സ്വർഗം ലഭിക്കുകയില്ല എന്ന് പ്രവാചകർക്ക് ചോദിക്കേണ്ടായി. മുഫ്ലിസ് ആരാണ്, അഥവാ പാപ്പരായവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ കച്ചവടം നടത്തി പൊളിഞ്ഞ ആളാണ് പാപ്പരായവൻ. പ്രവാചകൻ പറഞ്ഞു, അതല്ല, പരലോകത്ത് നമസ്കാരം നോമ്പും സക്കാത്തും വലിയ അമലുമായി വന്ന ഒരു ആബിദ്, പക്ഷെ അവൻ്റെ സ്വഭാവം മോശമായിരുന്നു. അവൻ മറ്റവനെ ചീത്ത പറയും, മറ്റൊരു മനുഷ്യൻ്റെ ധനം അനാവശ്യമായി ഭക്ഷിക്കും, അവൻ്റെ ദേഹോപദ്രവം ഏൽപ്പിക്കും. അങ്ങനെ സ്വഭാവം വളരെ മോശമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് എന്താ ചെയ്യുക? ഇവൻ്റെ നന്മകൾ എടുത്ത് അവന് കൊടുക്കുമെന്നാണ്. ആരൊക്കെയാണോ അവൻ അനാവശ്യം പറഞ്ഞത്, അസഭ്യം പറഞ്ഞത്, അവർക്കിത് കൊടുക്കുമെന്നാണ്. അങ്ങനെ നന്മകൾ തീർന്നു പോയാൽ ഇവരുടെ തിന്മകൾ എടുത്ത് ഇവന് കൊടുത്ത് അവസാനം ഇവൻ നരക അവകാശിയായി തീരുമെന്ന്. അപ്പോൾ സൽസ്വഭാവിയായി തീരുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമായിട്ട് ഇസ്ലാം കാണുകയാണ്. സൽസ്വഭാവം 2 രൂപത്തിലുണ്ട്. ഒന്ന്, പ്രകൃത്യാ തന്നെ മനുഷ്യർക്ക് സൽസ്വഭാവം ജന്മനാ തന്നെ റസൂലുള്ളാഹിക്കുള്ള മാതിരി അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നാണ്, അല്ലേ? ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖസ്സമ അഖ്ലാഖക്കും കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും. നിങ്ങളെ റിസ്ക് ഉപജീവനം എങ്ങനെയാണോ അല്ലാഹു വിഭജിച്ചത്, അതേമാതിരി ഹസനത്തുകളും വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ജന്മന സൽസ്വഭാവം ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞുണ്ടാവാൻ അടിസ്ഥാനപരമായി വിവാഹ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം സൽസ്വഭാവമുള്ള സ്ത്രീകളെ നമ്മൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അവരിലൂടെ ജന്മനാ തന്നെ നല്ല സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. മറ്റൊന്ന്, ആർജിച്ചെടുക്കുന്നതാണ്. മോശമായ സ്വഭാവങ്ങളെ അവൻ്റെ വിശ്വാസം കൊണ്ടും ഈമാൻ കൊണ്ടും അവന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനെന്താ മാർഗം? ഒന്ന്, നേരത്തെ പറഞ്ഞ പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റി ജീവിക്കുക, പ്രവാചകൻ്റെ ജീവിത മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക.
അതോടൊപ്പം മഹാന്മാരും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ അവരുമായി സഹവസിക്കുക. അവരുമായി സഹവസിക്കുമ്പോൾ നല്ല ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളും നമ്മളിലേക്ക് പകർന്നു കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ നല്ല ആളുകളുടെ ജീവചരിത്രം നമ്മൾ വായിക്കുക, പഠിക്കുക. അത് പഠിക്കുമ്പോൾ അവർ കാഴ്ചവെച്ച ജീവിതത്തിൻ്റെ നേർചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇങ്ങനെ നാം സൽസ്വഭാവത്തിൻ്റെ വക്താക്കളായി തീരുമ്പോൾ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. അള്ളാഹുവും ജനങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നാണ്, അല്ലേ? നമ്മുടെ ശത്രുക്കൾ നമ്മളെ മിത്രങ്ങളായി മാറും, ശത്രുക്കൾ നമ്മൾക്ക് കുറയും, മിത്രങ്ങൾ കൂടുമെന്നാണ്. അള്ളാഹു ഇവരെ ഇഷ്ടപ്പെടുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്ന, സൽക്കർമ്മം ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് മാത്രമല്ല, പ്രവാചകനും ഇഷ്ടപ്പെടുകയാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് സഹീഹായി വന്ന ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബി അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മൻസില. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പരലോകത്ത് എൻ്റെ അടുത്ത് സമീപസ്ഥാനത്ത് സ്ഥാനം ലഭിക്കുന്ന ആൾ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചോദിച്ചപ്പോൾ സാഹിബുകൾ പറഞ്ഞു, അതേ പ്രവാചകരെ പറഞ്ഞു തരിക. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അഹ്സനുക്കും അഖ്ലാഖ, അവർ നല്ല സ്വഭാവം കാഴ്ചവെക്കുന്ന ആളുകളാണ് എന്നാണ്. മാത്രമല്ല, സൽസ്വഭാവിക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്നാണ്. റസൂലുള്ളാഹി ചോദിച്ചു, പ്രവാചകരെ, ജനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് തഖ്വൽ ഇലാഹി വ ഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനോടുള്ള തഖ്വയും സൽസ്വഭാവവുമാണ്. അതേ ആൾ തന്നെ വീണ്ടും ചോദിക്കുകയാണ്, വസൂയില അൻ അക്സറി മാ യുദ്ഖിലുൻ നാസ അന്നാർ, ജനങ്ങൾ നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അൽ ഫമു വൽ ഫർജ്, മനുഷ്യൻ്റെ വായു മനുഷ്യൻ്റെ ലൈംഗിക അവയവങ്ങളുമാണ് എന്നാണ്. അപ്പോൾ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സുപ്രധാനമായൊരു കാരണം തഖ്വല്ലിലാഹ്, പടച്ചവനോടുള്ള തഖ്വയും സൽസ്വഭാവവുമാണ് എന്നാണ്. മാത്രമല്ല, സൽസ്വഭാവികൾക്ക് നരകം ഹറാമാണ് എന്ന് ഇമാം അഹമ്മദിൻ്റെ ഹദീസിൽ കാണാം. പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നരകം നിഷിദ്ധമായ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സാഹിബുകൾ പറഞ്ഞു, അതേ പ്രവാചകരെ പറഞ്ഞു തരണം. റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി, അലാ കുല്ലി ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ മിനൻ നാസി സഹിൽ, അലാ കുല്ലി ഹയ്യിനിൻ സൗമ്യനായ, ലയ്യിനിൻ മൃദുലനായ, ഖരീബിൻ മിനൻ നാസ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളോട് സമീപസ്ഥനായ, സഹിലിൻ എളിമയുള്ള മനുഷ്യനാണ്, അവന് നരകം ഹറാമാണ് എന്നാണ്. നാളെ പരലോകത്ത് അള്ളാഹു നന്മതിന്മകൾ തുലനം ചെയ്ത് കണക്കാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന അമലുകളിൽപ്പെട്ട ഒരു അമല് അത് സൽസ്വഭാവമാണ് എന്ന് ഇമാം അഹമ്മദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് സൽസ്വഭാവം. പക്ഷേ ഇതിന് വളരെ എളുപ്പമാണ്. ഒരു വലിയ ത്യാഗം നമ്മൾ സഹിക്കേണ്ടതില്ല. നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ മാത്രം മതി. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒന്ന് മെച്ചപ്പെടുത്തിയാൽ ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇതൊക്കെ എന്നാണ്. മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും അന്വേഷിച്ച് നടക്കുന്നതൊക്കെ നിർത്തിയിട്ട് അവനവൻ്റെ കുറവുകളും ന്യൂനതകളും എന്താണ് എന്ന് അന്വേഷിച്ചിട്ട് അത് തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രം ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് ഇതൊക്കെ എന്നാണ്. വളരെ നിസ്സാരമാണ് മനുഷ്യൻ അതിന് മെനക്കെടുകയാണെങ്കിൽ, അല്ലേ? അനാവശ്യവും അസഭ്യവും തോന്നിവാസവും ഒന്നും പറയാതെ വിശ്വാസി എന്നുള്ള മാന്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതി. വിശ്വാസിയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആൻ, വിശ്വാസി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറുതെ ആക്ഷേപിക്കുന്ന ആളല്ല, ഒലൽ ആൻ ശപിക്കുന്ന ആളല്ല, ഒലൽ ഫായിഷി അനാവശ്യം പറയുന്ന ആളല്ല, ഒൽ ബദീ വളരെ മോശമായി പറയുന്ന ആളുമല്ല, വളരെ ചീപ്പായിട്ട് പറയുന്ന ആളല്ല, അല്ലേ? തറമായി സംസാരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അത് വിശ്വാസി അവരിൽ ഉണ്ടാവില്ല എന്നാണ്. അതിനേക്കാൾ എത്ര ഉയർന്ന സംസ്കാരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമയാണ് വിശ്വാസി എന്നാണ്. ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മഴവർഷത്തോട് അതിനെ ഉപമിക്കാം. മരുഭൂമിയിൽ ഒരു മഴ വർഷിച്ചാൽ അവിടെ അത് മനുഷ്യർക്ക്, അവിടെയുള്ള പക്ഷിമൃഗാദികൾക്കൊക്കെ ദാഹശമനം വരുത്തുന്നു, സസ്യലതാദികൾ മുളച്ചു വന്നാൽ അത് കാരണമാകുന്നു. ഇതുപോലെ ഒരു വിശ്വാസി ഒരു പ്രദേശത്ത് താമസമാക്കിയാൽ ആ വിശ്വാസി ആ പ്രദേശത്തുകാർക്ക് ഒരു ആശ്വാസമാണ്, ഒരു മഴവർഷം പോലെയാണ്. അവരവർക്ക് ഉപകാരം ചെയ്യുന്നു, അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അവരുടെ ഇടയിൽ
ഇനിയിപ്പം യോജിപ്പുണ്ടാക്കുന്നു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. എപ്പോഴും എല്ലാ പ്രശ്നത്തിനും അവൻ ഇടപെടുന്നു. അങ്ങനെയുള്ളതാണ്. ഈ രൂപത്തിൽ നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ അള്ളാഹുവും ആളുകളുമൊക്കെ നമ്മളെ ഇഷ്ടപ്പെടും. ഉന്നത സ്ഥാനങ്ങൾ നമുക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കും. അത് അങ്ങനെയുള്ളൊരു പ്രവർത്തനം സ്വോദ്ദേശപരമായി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് നമുക്കും വളരെ ഉപകാരമാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ, പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. അത് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതോടൊപ്പം അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥന റസൂൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇഹ്ദിനീ ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദീ ലി അഹ്സനിഹാ ഇല്ലാ അൻത് വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത്. എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഹ്ദിനി, എനിക്ക് നീ മാർഗദർശനം നൽകണം, ഹിദായത്ത് നൽകണം. ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് മാർഗദർശനം നൽകണം. ലാ യഹ്ദീ ലി അഹ്സനിഹാ ഇല്ലാ അൻത, നല്ല സ്വഭാവങ്ങൾ കാഴ്ചവെക്കാൻ നീ ഉദ്ദേശിച്ചാൽ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. അതിനുള്ള തൗഫീക്ക് നൽകണം. മാത്രവുമല്ല, വസ്രിഫ് അന്നി സയ്യിഅഹ, ചീത്ത സ്വഭാവങ്ങൾ എന്നിൽ നിന്നും നീ അകന്നു മാറ്റാൻ, തിരിച്ചു കളയണം എന്നാണ്. ചീത്ത സ്വഭാവങ്ങൾ എന്നിൽ നിന്നും നീ തിരിച്ചു കളയണം. കാരണം ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത, എന്നിൽ നിന്നും ചീത്ത കാര്യങ്ങൾ തിരിച്ചു കളയാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും നടപ്പിൽ വരുത്തിയും കൊണ്ട് ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരാൻ, ജന്മനാ നമുക്ക് ആ സ്വഭാവം കിട്ടിയിട്ടില്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ മാർഗങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമുക്ക് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരാൻ സാധിക്കും. അതിന് കുറച്ചൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നാണ്. ഈമാൻ ഊട്ടിയുറപ്പിക്കണം. അത്തരം വിശ്വാസികൾ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ തൻ്റെ മക്കളുടെയും മറ്റും രോഗം ഷിഫയാവാൻ വേണ്ടി വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ. അവരുടെ രോഗങ്ങളെല്ലാം തന്നെ പടച്ചവനെ നീ ഷിഫയാക്കി കൊടുക്കണമേ. അവർക്കെല്ലാം തന്നെ ആയുസ്സും ആരോഗ്യവും നീ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر. الله يعلم ما تصنعون.